AD 1003 പണി ആരംഭിച്ച് 1010 പണി പൂർത്തിയാക്കിയൊരു ക്ഷേത്രം. ചോള ചക്രവർത്തിയായിരുന്ന രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം. 2010 1000 വർഷം പൂർത്തിയാക്കിയൊരു ക്ഷേത്രം. അതാണ് നിങ്ങൾ ഈ കാണുന്ന തഞ്ചാവൂരിലെ ലോകപ്രശസ്തമായിട്ടുള്ള ബൃഹദേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 5:45 നമ്മളിപ്പോൾ ഇവിടുത്തെ ബൃഹദേശ്വര ക്ഷേത്രമില്ല, ഇവിടെ ഒരു പെരിയ കോവിൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. രാവിലത്തെ സമയമായതുകൊണ്ട് റോട്ടിലൊന്നും അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ആകെക്കൂടെ റോഡ് വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ആളുകൾ മാത്രമേ റോഡിൽ കാണാനുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഒരു സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ താമസിച്ചത് ഹോട്ടൽ രാംനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അതിൽ നമ്മൾ മറാത്ത പാലസും ഇവിടുത്തെ തഞ്ചാവൂർ മ്യൂസിയം ഒക്കെ അവിടെ ആ ഒരു വീഡിയോയിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട ശേഷം അതുകൂടി ഒന്ന് കാണുക. തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രം അല്ലാതെ മറ്റെന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ ഒരു വ്യൂ കിട്ടും. ഞാൻ അവിടെ താമസിച്ചതും ഇതിന്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന് മൊത്തം 3 കവാടങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ക്ഷേത്രത്തിന് 3 കവാടങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ കവാടം അറിയപ്പെടുന്നത് മറാത്ത കവാടം എന്നാണ്. രണ്ടാമത്തത് കേരള കവാടം എന്നാണ്. മൂന്നാമത്തത് രാജരാജ കവാടം എന്നാണ്. ഇങ്ങനെയാണ് 3 പേരുകളിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ 3 കവാടങ്ങളും കടന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഭാഗത്തോട്ട് എത്തുന്നത്. അപ്പം 3 പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കവാടങ്ങൾ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കവാടങ്ങൾക്കുള്ള പേരുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മറാത്ത എൻട്രൻസ്, കേരള എൻട്രൻസ്, അതുപോലെ രാജരാജ തിരുവിഴ എൻട്രൻസ്, ഇങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഈ കടക്കുന്നതാണ് മറാത്ത എൻട്രൻസ്, ആദ്യത്തെ ഗേറ്റ് ആണ്. ഇത് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന രണ്ടാമത്തത് ഈ കാണുന്നതാണ് കേരള എൻട്രൻസ്, അതായത് കേരള കവാടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതും കടന്ന് മൂന്നാമത്തായിട്ട് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും, അതാണ് രാജരാജ ചോളൻ എൻട്രൻസ്. അങ്ങനെ 3 വലിയ കവാടങ്ങൾ കടന്നാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോകുന്നത്. ഒരുപാട് പ്രത്യേകതകൾക്കുള്ള ക്ഷേത്രമാണ്. 1987 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചൊരു ക്ഷേത്രം കൂടിയാണിത്. അത്ര മനോഹരമായ ക്ഷേത്രമാണ്. നമുക്ക് കവിത എഴുതാൻ അക്ഷരങ്ങൾ വേണ്ട എന്ന് പറയുന്നത് പോലെ കല്ലിൽ തീർത്തിട്ടുള്ള ഒരു കവിതയാണെന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയല്ല. അത്രമാത്രം മനോഹരമായ ക്ഷേത്രം. ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. മറാത്ത എൻട്രൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഗേറ്റ് കടന്നെത്തുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വലിയൊരു പുൽമൈതാനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിന്റെ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. ഇനി അങ്ങോട്ട് നമുക്ക് ചെരുപ്പിട്ട് പോകാൻ പറ്റൂല. ഇനി ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ക്രിസ്തുവിന് ശേഷം 1003 വർഷത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പണി ആരംഭിക്കുന്നത്. അങ്ങനെ ഏകദേശം 7 വർഷം എടുത്തിട്ട് 1010 ഈ ഒരു ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള ചോള രാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്ത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 2010, കറക്റ്റ് പറയുകയാണെങ്കിൽ 2010 ഈ ഒരു ക്ഷേത്രത്തിന്റെ 1000 വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നു. ഇതാണ് ക്ഷേത്രത്തിന് ഉൾഭാഗം വരുന്നത്. ഉള്ളിൽ ശിവനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. അതും നമ്മൾ നോർമലി കാണുന്നത് പോലുള്ള ചെറിയ ശിവലിംഗമല്ല, നല്ല വലുപ്പത്തിൽ ഏകദേശം 5 അടിയോളം ഉയരത്തിലുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പിന്നെ ഓരോ ചുവരുകളിലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊത്തിവെച്ച് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓരോ ചുമരിന്റെ താഴെ ഭാഗങ്ങളിൽ മുഴുവൻ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഷയൊക്കെ വായിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു നിവൃത്തിയില്ല. പിന്നെ ഇവിടെ ഞാൻ നോക്കിയിരുന്നു ഗൈഡിന്റെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടോ നോക്കിയ സമയത്ത് ഇവിടെ അങ്ങനെ ഗൈഡായിട്ടൊന്നുമില്ല, ഒഫീഷ്യലി ഗൈഡൊന്നുമില്ല. പിന്നെ അല്ലാത്ത പലരും ഉണ്ട്, അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത് വെറുതെയാണ്. അവർ പറയുന്ന വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ കല്ലിൽ കൊത്തിവെച്ചൊരു കവിത എന്ന്, അത് എത്രമാത്രം ആലങ്കാരികമായിട്ടല്ല ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും. എത്ര ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഇത് കിടക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. പിന്നെ ഈ ഒരു ക്ഷേത്രം ഇവിടുത്തുകാർ, അതായത് തദ്ദേശീയരായ ആളുകൾ പെരിയ കോവിൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ അറിയപ്പെടുന്നത് ബൃഹദേശ്വര ക്ഷേത്രം എന്നാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിന് പേര് വന്നതെന്ന് വെച്ചാൽ, മറാത്ത രാജാക്കന്മാർ തഞ്ചാവൂർ ഭരിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറാത്ത കൊട്ടാരമൊക്കെ പോയി കണ്ടിരുന്നു. അതിന്റെ കാഴ്ചകളൊക്കെ ആ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലേ, ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം മറാത്ത രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് തഞ്ചാവൂർ അറിയപ്പെട്ടിരുന്ന പേരാണ് ബൃഹദേശ്വരം. അതുകൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തെ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. പിന്നെ
രാജരാജ ചോളന്റെ കാലത്ത് നിർമ്മിച്ചത് കൊണ്ട് തന്നെ രാജരാജേശ്വര ക്ഷേത്രം എന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തളിപ്പറമ്പിൽ രാജരാജേശ്വര ശിവനാണ്. ആ ശിവന്റെ അർത്ഥത്തിലും നമുക്ക് പറയാം രാജരാജ ചോളൻ നിർമ്മിച്ചത് കൊണ്ടും അങ്ങനെ ഒരു പേര് വന്നു എന്നുള്ള ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. പിന്നെ മറ്റ് തഞ്ചാവൂർ മഹാക്ഷേത്രം എന്നും പെരിയദേവർ ക്ഷേത്രം എന്നൊക്കെ ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. പിന്നെ എന്തുകൊണ്ടാണ് രാജരാജ ചോളന്റെ കാലത്ത് ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ചത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, കാഞ്ചിയിലുണ്ടായിരുന്ന കൈലയനാഥർ ക്ഷേത്രം, അതായത് അവിടുത്തെ രാജാവായിരുന്ന രാജസിംഹന്റെ കാലത്ത് നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം രാജരാജ ചോളൻ കണ്ട സമയത്ത് അതുപോലെ മനോഹരമായൊരു ക്ഷേത്രം ഇവിടെയും പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇതുപോലൊരു ക്ഷേത്രം പണിയുന്നത്. ഇഷ്ടംപോലെ മയിലുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും മയിലുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ചൂടിനെ കാണിക്കാനാണെന്ന് പറയും. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് മയിലുണ്ടാവുക എന്നാണ് സാധാരണ പറയാറ്. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ശില്പി കുഞ്ചരമല്ലൻ രാജരസ പെരുന്തച്ചൻ എന്നാണ് കാണുന്നത്. അതായത് ഈ ക്ഷേത്ര ലിഖിതങ്ങളിലാണ് അങ്ങനെ ഒരു പേര് കാണപ്പെടുന്നത്. നമ്മുടെ ഐതിഹ്യമാലയിലും ഒരു പെരുന്തച്ഛനുണ്ട്. അദ്ദേഹവും ഒരുപാട് ഇതേപോലെയുള്ള കാര്യങ്ങൾ അഗ്രഗണ്യനായിരുന്നു. അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഈ ഒരു ശില്പിയുടെ പേരും ഒരു പെരുന്തച്ഛൻ തന്നെയാണ്. കയറി പ്രാർത്ഥിച്ച് ജസ്റ്റ് പുറത്തോട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ അവിടെ എവിടെയൊക്കെ പോയി കുറച്ചു നേരം ഇരുന്നു. രാവിലത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല രസമാണല്ലോ. നിങ്ങൾക്കിവിടെ എൻ്റെ പുറകിലായി ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇതൊക്കെ കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടുത്തെ ഈ ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ നിർമ്മിതി കൊണ്ടും പ്രത്യേകത കൊണ്ടും ഒക്കെ ഒരുപാട് ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് വലിയൊരു ശിവലിംഗം. അതും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ശിവലിംഗം ഉള്ളിൽ കാണുന്നത്. അത്രയും വലുപ്പമുണ്ട്. നമ്മൾ ഈ ഒരു ഒറ്റ ബിൽഡിങ് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുമുള്ള ഒക്കെ നിർമ്മിതികളും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്ത് കാണാൻ മാത്രമുണ്ട്. ഓരോന്നും ഡീറ്റെയിൽ ചെയ്ത് കാണാനുണ്ട്. അത്ര ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഇനിയിപ്പം മാർഗഴി മാസമാണ് തമിഴ്നാട്ടിൽ, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇവിടെ പുറകിൽ വലിയൊരു കവാടമുണ്ട്. അത്ര മനോഹരമായൊരു ക്ഷേത്രമാണ് ഇത്. അതുപോലെ നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇവിടുത്തെ ശിവലിംഗത്തിന് ഏകദേശം ഒരു 5 അടിയോളം ഉയരമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അല്ല, 3.7 മീറ്റർ ഉയരമുള്ള ഒരു ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗോപുരത്തിന്റെ ചുറ്റും 108 ഭരതനാട്യ മുദ്രകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് നൃത്തശില്പങ്ങൾ പുറമുറ്റത്തിന്റെ മുകൾ ഭാഗത്ത് മുഴുവൻ കൊത്തിവെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ മയിലുകൾ ഇവിടെയുണ്ട്. പക്ഷെ ഒക്കെ പെൺമയിലുകളാണ്. ആൺമയിലുകൾ എവിടെയും കണ്ടില്ല. ആൺമയിലുകളാണ് കാണാൻ ഭംഗി, ഒരുപാട് പീലിയൊക്കെ ആയിട്ട്. പക്ഷെ നമുക്കൊരു കൗതുകമാണ്, നമ്മുടെ നാട്ടിൽ ഇത് അത്ര ഇല്ലല്ലോ. ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ശിവശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തമിഴ് വായിക്കാനൊന്നും അറിയില്ല, ഞാൻ ഒരാളടുത്ത് ചോദിച്ചതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു നന്ദിനെയും കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് തമിഴ്നാട്ടിൽ നിന്നാണോ ആന്ധ്രയിൽ നിന്നാണോ എന്ന് എനിക്ക് അറിയില്ല. എവിടുന്നോ വന്ന സ്വാമിമാരാണ്. അവർ സംസാരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് കയറി വരുന്ന ആ ഒരു കവാടത്തെ പറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു കവാടത്തിൻ്റെ മനോഹരമായ ഒരു സ്ട്രക്ചറിൽ, അതായത് അതിൻ്റെ കൊത്തുപണികളെ പറ്റിയൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് നോക്ക്, എന്ത് മനോഹരമായിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഒരു ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 66 മീറ്ററാണ്. അതായത് 216 അടി ഉയരത്തിലാണ് ഈ കാണുന്ന ക്ഷേത്ര ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. നേരം ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുക തന്നെയായിരുന്നു, വേറെ ഒരു പരിപാടിയില്ല. ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗത്തും പോവുക, അവിടെ നിന്നുള്ള ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഉള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ ഒരു ഗോപുരത്തിൻ്റെ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്, 1000 വർഷങ്ങൾക്ക് മുന്നേ 80 ടൺ ഭാരം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണ് എത്തിച്ചത് എന്നുള്ളത് ഇന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. 80 ടൺ എന്ന് പറയുമ്പോൾ ഏകദേശം 15 ആഫ്രിക്കൻ ആനയുടെ വെയിറ്റാണ്. അത്രയും വെയിറ്റുള്ള ഒരു ഗോപുരം അതിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണ് എത്തിച്ചത് എന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, പ്രധാന ശ്രീകോവിലോട്ട് നോക്കി നിൽക്കുന്ന വലിയൊരു നന്ദിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ നന്ദിയാണ്. അതിൻ്റെ മുന്നിലായിട്ടാണ് ഈ കൊടിമരം ഉള്ളത്. നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു നന്ദി
ഈ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് മറ്റൊരു ചെറിയ ശിവക്ഷേത്രം കൂടെ ഉണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു നന്ദി രൂപമാണ് നിങ്ങൾ ഇവിടെയായിട്ട് കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു നന്ദി, അതിൻ്റെ ഉള്ളിലൂടെയുള്ള ക്ഷേത്രം. അതിൻ്റെ മുന്നിലായിട്ടുള്ള കൊടിമരത്തിന് ചുറ്റും 4 ചെറിയ നന്ദികളെ കാണാൻ പറ്റും. അതിൽ അവിടെ ആൾക്കാർ പൂവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ അവിടെ വെച്ച് കത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ആ കൊടിമരത്തിൻ്റെ താഴെയായിട്ടാണ്. ഇനി ഈ ഒരു നന്ദിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റക്കല്ലിലാണ് അത് കൊത്തിയെടുത്തത്. ഏകദേശം 5 മീറ്റർ ഉയരമുണ്ട് അതിന്, അതായത് 16 അടി ഉയരത്തിലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, 20 ടൺ ഭാരമുള്ള ഈ ഒരു നന്ദി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ നന്ദി കൂടിയാണ്. ഇനി മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളൻ തമിഴ് ഭാഷയോട് വല്ലാത്ത സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. അത് അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലും പ്രകടമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശിവലിംഗത്തിൻ്റെ ഉയരം 12 അടിയാണ്. തമിഴിൽ സ്വരാക്ഷരങ്ങൾ 12 എണ്ണാണ്. അതുപോലെ തന്നെ ഈ ഒരു ശിവലിംഗത്തിൻ്റെ പീഠത്തിൻ്റെ ഉയരം 18 അടിയാണ്. തമിഴിൽ വ്യഞ്ജനാക്ഷരങ്ങൾ 18 എണ്ണാണ്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഉയരം 216 അടിയാണ്. തമിഴിൽ സ്വരാക്ഷരങ്ങൾ 216 ആണ്. ഇനി ഈ ഒരു ശിവലിംഗത്തിൻ്റെയും നന്ദിയുടെ, അതായത് മുന്നിൽ നിൽക്കുന്ന നന്ദിയുടെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 247 ആണ്. തമിഴ് ഭാഷയിലെ ആകെ അക്ഷരങ്ങളുടെ എണ്ണം 247 ആണ്. എന്നാലോചിച്ച് നോക്ക്, കൃത്യമായിട്ട് തമിഴ് ഭാഷയോടുള്ള സ്നേഹം അദ്ദേഹം വളരെ രസകരമായൊരു രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ബുദ്ധിപരമായൊരു രീതിയിൽ ഇവിടെ പ്രകടമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ക്ഷേത്രം കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രമാത്രം മനോഹരവും ഇത്രമാത്രം പ്രത്യേകത ഉള്ള ഈ ഒരു ക്ഷേത്രം നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് കാണണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഇവിടെയുള്ള ആളുകൾ എല്ലാ സമയവും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇനി ഞാൻ പുറത്തോട്ട് പോവുകയാണ്. ഒരു 2-2.5 മണിക്കൂറോളം ഈ ക്ഷേത്രത്തിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മൾ പുറത്തോട്ട് വന്നാൽ നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ മറാത്ത കവാടം കടന്നെത്തുന്ന ഒരു ഭാഗമാണിത്. ഇനി ഇവിടുന്ന് ചെരുപ്പൊക്കെ എടുത്ത് പുറത്തോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക. ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെയായിട്ട് ഒരു ശ്രീകൃഷ്ണ ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കോലം വരച്ച് വെച്ചതൊക്കെ കാണാൻ പറ്റും. എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് പൂരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങ് ഭക്ഷണം അങ്ങ് കഴിക്കട്ടെ. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഞാനിതാ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ശിവഗംഗ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. അവിടേക്കൊന്ന് വന്നതാ. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മളവിടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം, അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കുറേയൊക്കെ അവർ വൈകുന്നേരം മാത്രമേ ഓണാക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മുതിർന്നവർക്ക് ഒരു നല്ല രസത്തിൽ, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, ഒരു ശാന്തമായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനത്തെ ഒരു പാർക്കാണ്. നമ്മുടെ കൊച്ചിയിലുള്ള സുഭാഷ് പാർക്കൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെ വന്നിരിക്കാനും ഒരു റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് അവിടെ പുറകിലായിട്ട് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ചേരം നമുക്ക് ശാന്തമായിട്ട് വെയിലൊന്നും കൊള്ളാണ്ട് നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമായിട്ടാണ് ഈ ഒരു പാർക്ക് ഉള്ളത്. അവിടെ കണ്ടോ, ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വലിയൊരു കുളം കാണുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. കാരണം അവിടെയൊക്കെയുള്ള മതിലുകൾ നിർമ്മിച്ച മതിലുകളാണ്, കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ മതിലുകളാണ് ആ കാണുന്നത് മൊത്തം. അപ്പൊ പണ്ട് കാലത്ത് ക്ഷേത്രത്തിലൊക്കെ ഉള്ള വെള്ളമൊക്കെ എടുത്തത് ഇവിടെ നിന്നായിരിക്കും. ഇവിടെ എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ മയിലുകളുണ്ട്, പക്ഷെ ഒക്കെ പെണ്ണാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ പുറകിൽ ശിവഗംഗ പാർക്കിനോട് ചേർന്ന് നമുക്ക് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഇതെന്താണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. തഞ്ചാവൂർ വീണകൾ ലോകപ്രസിദ്ധമാണ്. അങ്ങനെയുള്ള തഞ്ചാവൂർ വീണകളാണ് ഇവിടെ ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള മരങ്ങളിൽ അവർ ആ വീണയുടെ ആകൃതിക്ക് അനുസരിച്ച് കൊത്തിയെടുക്കും. എന്നിട്ട് അതിൽ മിനുക്കുപണികളൊക്കെ നടത്തി പിന്നീട് അതിൽ കമ്പികളൊക്കെ ഘടിപ്പിച്ചാണ് തഞ്ചാവൂർ വീണകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് തഞ്ചാവൂർ വീണകളാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള ആ വീണകൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ വന്ന പാർക്കും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് ക്ഷേത്രമാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാനുള്ളത് ക്ഷേത്രത്തിൻ്റെ പുറത്തോട്ട് തന്നെ. ഞാൻ അവിടെ ചെരുപ്പ് വെച്ചിരുന്ന ഭാഗം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ആ ഭാഗമാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അവിടെ ക്ഷേത്രത്തിൻ്റെ 2ാമത്തെ കവാടം, അതായത് കേരളത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 2ാമത്തെ കവാടം നമുക്കവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് രാജരാജ ചോളൻ്റെ പേരിൽ അറിയപ്പെടുന്ന 3ാമത്തെ കവാടം.
ഞാനിത് അവിടുന്ന് നേരെ പുറത്തോട്ട് വന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു 3 കവാടങ്ങളും അതിൻ്റെ പുറകിലായിട്ടുള്ള ഗോപുരവും നല്ല വൃത്തിയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പം അത്രത്തോളം അത് മനസ്സിലാവൂല. അപ്പം ക്ഷേത്രത്തിൽ ഒന്നുകൂടി ഒന്ന് തിരിച്ചു വരുമ്പം പോയതാ. അവിടെ പാർക്കിൽ പോയി, ആദ്യം ക്ഷേത്രത്തിൽ പോയി. ഇനിയിപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടേക്ക് ഇനി പോകാനുള്ളത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ 4 വേറെ വേറെ ആയിട്ട് കാണാം. 4 അല്ല 3 എണ്ണം. ആദ്യത്തേത് മറാത്തയുടെ പ്രതീകമായിട്ട്, രണ്ടാമത്തേത് കേരളത്തിൻ്റെ പ്രതീകം, മൂന്നാമത്തേത് ഇവിടുത്തെ ചോള രാജാക്കന്മാരുടെ പ്രതീകമായിട്ട്. അങ്ങനെ 3 കവാടങ്ങൾ കടന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് പോവുക. രാവിലെ വന്നുകൊണ്ട് നമുക്ക് ആ വെയിലില്ലാത്ത സമയത്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റി. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഈ സമയം, അതായത് ഡിസംബർ തൊട്ട് ജനുവരി, ഇപ്പം ജനുവരി അല്ലേ, ഫെബ്രുവരി, ഈ ടൈം ഏറ്റവും ബെസ്റ്റാണ്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചൂട് കാലമാണ്. ആ സമയത്ത് വരുന്നതിനേക്കാൾ ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാൽ ഫെബ്രുവരി വരെയുള്ള ഈ ഒരു ടൈമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ പോയിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇത് ശരിക്കും ഇവിടുത്തെ പണ്ടത്തെ കളക്ടറേറ്റ് ആണ്, അത് പിന്നീട് മ്യൂസിയം ആക്കി മാറ്റിയതാ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് തഞ്ചാവൂർ മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ച് കാണാം. ഇവിടെ 10:30 തുറന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ അകത്തോട്ട് കയറി അകത്ത് താഴത്തെ നിലയിൽ മുഴുവൻ വെങ്കലം, അതായത് നമ്മുടെ ചെമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേ വിഗ്രഹങ്ങൾ, അതുപോലെ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതും തഞ്ചാവൂരെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവർ കണ്ടെത്തിയതായിരിക്കണം. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മ്യൂസിയം എന്ന് പറയുന്നത് മറാത്ത മ്യൂസിയം ആയിരുന്നു. അതിൻ്റെ വീഡിയോ മറ്റൊന്നായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കണ്ടില്ലേ നിങ്ങളൊന്ന് പോയി കാണണം. ഇത് തഞ്ചാവൂർ ഗവൺമെൻറ്റിൻ്റെ, അതായത് ഇവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന തഞ്ചാവൂർ മ്യൂസിയമാണിത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇവിടുത്തെ കളക്ടറേറ്റ് ആയിരുന്നു. അടുത്ത കാലം വരെ, ഏകദേശം 10 വർഷം മുന്നേ വരെ ഇത് കളക്ടറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. പിന്നീടാണ് ഇതൊരു മ്യൂസിയം ആക്കിയിട്ട് മാറ്റിയത്. ഇവിടെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ പണ്ട് കാലങ്ങളിൽ സർവേകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളാണ്. പണ്ട് കാലത്തെ തഞ്ചാവൂരിൻ്റെ ഒരു മാപ്പാണ് നിങ്ങൾ അവിടെ കാണുന്നത്, അന്നത്തെ തഞ്ചാവൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ. പിന്നെ ഉള്ളതൊക്കെ പണ്ട് കാലങ്ങളിൽ സർവേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങളാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് പലതും. നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു മ്യൂസിയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് മുകളിലോട്ട് കയറി പോകണം. ആ സ്റ്റെപ്പുകൾ തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി മുകളിലോട്ട് കയറി പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. അതൊക്കെ തന്നെ പഴയ ടൈപ്പ് കല്ലുകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. മുകൾ ഭാഗത്തോട്ടൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും താഴെ അവരങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടില്ല. നമുക്ക് 2ാമത്തെ നില വരെ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവിടുന്ന് 3ാമത്തെ നിലയിലോട്ട് വഴിയുണ്ട്, പക്ഷെ അത് അടച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടുത്തെ കളക്ടറേറ്റ് ആയിരുന്നു എന്ന്, അതിൽ കളക്ടറുടെ ചേംബറായിരുന്നു ഇത്. ഇവിടെ ഉണ്ടായിരുന്ന കളക്ടർമാരുടെയൊക്കെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഈ 1, 2, 3, 4 ബോർഡും ഇംഗ്ലീഷിലാണ്. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് തമിഴ് മാത്രം. പണ്ടത്തെ ഇതിവിടെ കളക്ടർമാരായിട്ടുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഫോട്ടോസ്. ഈ അടുത്ത കാലം വരെ ഉപയോഗിച്ചിരുന്ന അമ്മികളൊക്കെ ഇല്ലേ, അമ്മിയാണത്. അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒലക്കയാണ്. അതുപോലെ ഈ കാണുന്നത് മോയ്സ്ചർ മീറ്റർ, അതായത് നമ്മുടെ ഈർപ്പത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം കേട്ടോ. ഇത് ഒക്കെ എത്ര വലുതാന്ന് നോക്കി. ഇപ്പോൾ ഒക്കെ അതിൻ്റെ ചെറിയ ടൈപ്പാണുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് നന്നങ്ങാടി എന്ന് ഉപയോഗിക്കുന്ന അരിവാളുണ്ട്. ഈ കാണുന്ന ഒരു കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി, എന്താ ഒരു മൃഗത്തിന് ഉപയോഗിക്കുന്ന, പണ്ടുകാലം ഇങ്ങനെ കാളകളെയാണ് ഉപയോഗിക്കാറ്. 2 വശത്ത് 2 കാളകൾ ഉണ്ടാവും. പിന്നെ ഈ കാണുന്നതൊക്കെ ഉഴാൻ വേണ്ടിയിട്ട്, നില ഉഴാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പിലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചട്ടിയാണ്. ഇതൊക്കെ ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ മുള കൊണ്ടുണ്ടാക്കിയ ചട്ടി. പിന്നെ ഇതൊരു മോണോ പമ്പ്, പമ്പിൻ്റെ ഒരു ചെറിയ രൂപം. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കപ്പിയും കയറും തൊട്ടികളൊക്കെ തന്നെ. മൊത്തം തഞ്ചാവൂരും ഉള്ള ഓരോ സാധനങ്ങളായി കാണിച്ച്. പണ്ടത്തെ ലൗഡ് സ്പീക്കർ, ടൈപ്പ് റൈറ്റർ, ബയോസ്കോപ്പ്, എന്തായിട്ടും ഇത് നമ്മുടെ പണ്ടത്തെ റെക്കോർഡ് ചെയ്യുന്ന സാധനമല്ലേ, അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുപോലെ പണ്ടത്തെ ത്രാസ്, പണ്ടത്തെ ഒരു ക്ലോക്ക്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ടൈപ്പ്, പണ്ടത്തെ ടൈപ്പ് ടേപ്പ് റെക്കോർഡ് പോലത്തെ എന്തൊക്കെ ഐറ്റംസാണ്. ഇത് മഴ പെയ്യുന്ന എത്ര ഉണ്ട് എന്ന് മനസ്സിലാവാനുള്ള.
ഇത് കണ്ടോ, ഒരു സിനിമ പ്രൊജക്ടറാണ് പണ്ടത്തെ. വേറൊരു ടൈപ്പ് റൈറ്റർ. ഇതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുണ്ട്. ഇത് പണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാലറ്റ് ബോക്സ്. ഫാക്സ് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉണ്ടോ? ഉണ്ട് തോന്നുന്നു, ഒഫീഷ്യലായിട്ടൊക്കെ ഫാക്സ് ഉണ്ട്. ഇത് പ്രിൻറ്റിങ് മെഷീന്. നമ്മുടെ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ്. ഇതിൽ 2 കവാടങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും 3 ഉണ്ട്. മറാത്തയുടേത്, രണ്ടാമത്തത് കേരളത്തിൻ്റെത്, മൂന്നാമത്തത് ചോളന്മാരുടെ ഇതിന് വേണ്ടിയിട്ടുള്ള പണ്ടത്തെ നമ്മുടെ ഇനെന്തായിരുന്നു പറയുക? അയ്യോ, എനിക്ക് മറന്നുപോയല്ലോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ പാട്ട് കേൾക്കുന്നതല്ലേ, പല ടൈപ്പ് പണ്ടത്തെ CD. അതിൻ്റെ വലുപ്പം കണ്ടോ? പിന്നെ അത് ചെറുതായി നമ്മളെയൊക്കെ ടൈമിൽ ഉപയോഗിച്ച, അതിൻ്റെ മുന്നേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാപ്പ് റെക്കോർഡ്. പണ്ടത്തെ പാട്ടുപെട്ടിയുടെ സാധനങ്ങൾ കണ്ടോ, പല വലുപ്പത്തിലൊക്കെ ഉള്ള. മൈക്കൊക്കെ പിന്നെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഗ്രാമഫോൺ. അതിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി സാധനം തോന്നുന്നു ഇതും. ഇതൊക്കെ ചോളന്മാരുമായിട്ട് ബന്ധപ്പെട്ട കുറേ പെയിൻറ്റിങ്ങുകളാണ്. കുറേ ഉണ്ട്. ചോളന്മാരുടെ നേവി. കാവേരി നദിയുടെ തീരത്താണ് മൊത്തം തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. ഇത് തഞ്ചാവൂർ തന്നെ ഉണ്ടാക്കുന്ന പട്ടുസാരി ഇല്ലേ, അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഉണ്ടാക്കി 2 മോഡൽ. നമ്മൾ വാരണാസി പോയപ്പോൾ കണ്ടില്ലേ, അതുപോലെ തന്നെയുള്ള വേറൊരു. ഇവിടെ മുഴുവൻ കലയായിട്ട് ബന്ധപ്പെട്ട കുറേ. ഇവിടെ തന്നെ പല ടൈപ്പ് സാരികളൊക്കെയാണ്. അത് എവിടുത്തതാണ് എന്നൊക്കെ ഡീറ്റെയിൽ. മധുരൈ, സിങ്കുടി, അരണി സിൽക്സ്, കാഞ്ചീപുരം, കാരൈക്കുടി, സേലം, നീലഗിരീസ്. പിന്നെ ഇതൊക്കെ പലതിലും ഉണ്ടാക്കി വെച്ച ശില്പങ്ങൾ, വുഡിൽ, അതുപോലെ കല്ലിൽ, അങ്ങനെ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ വുഡൻ ക്രാഫ്റ്റ്സ്. ഇതാണ് തഞ്ചാവൂർ ബൊമ്മ, ഫേമസ് ആയിട്ടുള്ള. ഫുള്ള് ചിരട്ടയിൽ ഉണ്ടാക്കിയതാ. APJ അബ്ദുൽ കലാമിന് ഉണ്ടാക്കിയുണ്ടോ? പിന്നെ ഇത് ഓരോ വാദ്യോപകരണങ്ങൾ. ഘതം, തബല. പക്ഷെ നമ്മളെ തബല വ്യത്യാസമുണ്ട്, ഇങ്ങനെയല്ലല്ലോ. ഇത് ഹാർപ്പ്, കഞ്ചിറ. ഞാൻ ഫസ്റ്റ് ടൈം കാണുക ഈ ഒരു ഇത്, ഹാർപ്പ്. സിലങ്കൈ, നമ്മുടെ ചിലങ്ക. ഹാർമോണിയം, കൊമ്പ്, അതിനെ നമ്മളും കൊമ്പ് എന്ന് തന്നെയാണ് വിളിക്കുക. വയലിൻ, പിന്നെ ഫ്ലൂട്ട്, തമ്പുരു. ഇത് തകില്. ഇവിടെ തവിൽ എന്ന് എഴുതി വെച്ചാൽ തകിൽ എന്ന് നമ്മൾ വിളിക്കുന്ന നാദസ്വരം, അത് തന്നെ. മൃദംഗം, ഇതൊക്കെ സെയിമാണ്. പറ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ കലാരൂപങ്ങളാണ്. തപ്പാട്ടം, നമ്മുടെ പുലിയാട്ടം. ഇത് നമ്മുടെ ക്ഷേത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാർബിളിൽ ചെയ്തതാണ്. ഇതാണ് തഞ്ചാവൂർ വീണ. ഇതുണ്ടാക്കുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടില്ലേ. തിരിച്ചതാ റൂമിലെത്തി. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.